അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട. ഇത് തന്നെ കറക്റ്റ് സ്ഥലം. 3.5 മാസം കൊണ്ട് എന്റെ ലൈഫ് ടോട്ടലി ചേഞ്ച് ചെയ്ത ഒരാളെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എന്റെ നടുവൊന്ന് വെട്ടിയായിരുന്നു. പൊന്നപ്പനെ ഇട്ടിട്ട് പോയി. ഞാൻ സിംഗിൾ ആണ്. Single and bachelor and still looking for girls. ഞാനും ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ബാച്ചിലർ അല്ലേ? നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ജീവിക്കണത്? ലിവിംഗ് ടുഗദർ അല്ലേ? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നറിയില്ല. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഞാൻ സിംഗിൾ ആണ്. He is single and bachelor and still looking for girls. You cheat! You bloody cheat! Still. ചതിക്കുമായിരുന്നില്ലേ? ചിലപ്പോ ഇവൻ എന്റെ ലൈഫിലേക്ക് വന്ന ഞാൻ കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആയി ഫീൽ ചെയ്തേക്കാം. കാരണം എന്നോട് ഒരുപാട് ആൾക്കാർ പറയാനും തുടങ്ങി. ഇതെന്തൊരു കുടുംബം ഒരുമാതിരി തുള്ളൽ ഫാമിലി. എന്റെ പഴയ എക്സാടാ. അവള് പുളിങ്കൊമ്പോക്കി പിടിക്കുമെന്ന് വിചാരിച്ചപ്പോ എവരുമാരി പുളിമരമായി പോയി. ബാച്ചിലർ അല്ലേ? നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ജീവിക്കണത്? രീതിയിലായിരിക്കാം. എനിക്ക് ഭയങ്കര കരച്ചിലുണ്ട്. എന്നാൽ ഞാൻ ചില സമയങ്ങളിൽ കരയുന്നില്ല. ഭയങ്കര എംപ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുക. എനിക്ക് ഒന്നും ചെയ്യാനില്ല. എപ്പോഴും ഉറങ്ങണം. ഉറങ്ങി ഉറങ്ങി ഉറങ്ങി. അത് നന്നായി. നേരി കർത്താവിൻ്റെ അമ്മയുടെ പേരുമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് യൂദാസിൻ്റെ അമ്മയുടെ പണിയാണ് നീ എന്നോട് കാണിച്ചത്. ഓക്കെ, എനിക്കൊന്നും ചിന്തിക്കാനില്ലല്ലോ എന്നുള്ളൊരു ഫീല്. നമുക്ക് വിശപ്പില്ല, ദാഹമില്ല, ഒന്നിനും തോന്നാത്തൊരു സമയമായിരുന്നു എനിക്ക്. മാഡത്തിന് തെറ്റുപറ്റി. മരണത്തെക്കാൾ വലിയ വേദന വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോഴല്ല, വേണ്ടപ്പെട്ടവർ ചതിക്കുമ്പോഴാണ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിലൊക്കെ വിശ്വാസമുണ്ടോ? എനിക്ക് ഇപ്പൊ വിശ്വാസമുണ്ട്. അടുത്ത ജംഗ്ഷന് വിടാം, അവിടെ ആകുമ്പോൾ കുറച്ചുകൂടി കച്ചവടം കിട്ടും. ഭയങ്കര ഒരു മോശം സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ ഒരു 1-2 വർഷം. ഞാൻ തുള്ളാൻ മുട്ടിയിരിക്കുക. ഒഴിച്ച് കളയാൻ പറ ബ്രോ, ഇല്ലേ കല്ലാവും. മുള്ളാനല്ലടോ തുള്ളാൻ. തെറ്റല്ല. ഉമ്മ കൊടുക്കുന്നതും 110% അങ്ങനെ തെറ്റിന് എന്തുകൊണ്ടാണ് ഇത് പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആള് അല്ലെങ്കിൽ ജാസ്മിനായിട്ട് വിവാഹം ഉറപ്പിച്ച ഒരാൾ പിന്നീട് അത് വേണ്ടെന്ന് വെക്കുന്നു? അത് എന്നോടല്ലോ അത് ചോദിക്കേണ്ടത്, ആളോടല്ല ചോദിക്കേണ്ടത്. ഗബ്രിയെ പോലുള്ള ആളുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് വലിയ ദുരന്തമാണ്. പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഓന്റെ ആ ഒരു കൺസെപ്റ്റ് തന്നെ ദുരന്തമാണ്. നമുക്ക് ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ പുരോഗമനവാദമൊക്കെ ഉന്നയിക്കാമെങ്കിലും ഈ കണ്ട ആളുകൾ, ഷൈൻഡോം അടക്കമുള്ള ആളുകളൊന്നും ആലോചിച്ച് വെക്കുക. ഓനടക്കം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിൽ ഗബ്രിക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഓനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഓപ്പോസിറ്റ് നിന്ന ആളുടെ അവസ്ഥ അവർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അവർ പറഞ്ഞേക്കാം. പബ്ലിക്കായിട്ട് അങ്ങനെ പറയത്തുള്ളൂ. പക്ഷെ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് വെക്കുക, കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് വെക്കുക.